ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തെക്കുറിച്ചാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. രാജസ്ഥാൻ്റെ തലസ്ഥാനം ഏത്? ജയ്പൂർ. രാജസ്ഥാൻ്റെ ഔദ്യോഗിക പക്ഷി ഇന്ത്യൻ ബസ്റ്റാർഡ്. രാജസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ രാജസ്ഥാനി. രാജസ്ഥാൻ്റെ ഔദ്യോഗിക മൃഗം ചിങ്കാര. രാജസ്ഥാൻ്റെ ഔദ്യോഗിക വൃക്ഷം ഖജരി. രാജസ്ഥാൻ്റെ ഔദ്യോഗിക പുഷ്പം റോഹിഡ. ഇന്ത്യയിൽ ഏറ്റവും വിസ്തീർണം കൂടിയ സംസ്ഥാനം രാജസ്ഥാൻ. സ്വാതന്ത്ര്യലബ്ധി വരെ രജപുത്താന എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം രാജസ്ഥാൻ. പ്രാചീന കാലത്ത് മത്സ്യ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം രാജസ്ഥാൻ. മനുസ്മൃതിയിൽ ബ്രഹ്മാവർത്തനം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം രാജസ്ഥാൻ. കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ. കേൾക്കാനുള്ള അവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിൽ ആകെ എത്ര ജില്ലകളാണുള്ളത്? 33 ജില്ലകൾ. ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ നഗരം ജയ്സാൽമീർ. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഏക ഹിൽ സ്റ്റേഷൻ ഏതാണ്? മൗണ്ട് അബു. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന അറ്റോമിക് പവർ സ്റ്റേഷൻ രാവത് ഭട്ട. തടാക നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ നഗരം ഉദയ്പൂർ. ധവള നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ നഗരം ഉദയ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടകമേള നടക്കുന്ന സ്ഥലം പുഷ്കർ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രം രാജസ്ഥാനിൽ കണ്ടെത്തിയ പ്രദേശം കാലിബംഗൻ. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശവും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാൻ രൂപീകൃതമായ വർഷം 1956 നവംബർ 1.